നദീതീരങ്ങളിലെ ഇടതൂർന്ന വനപ്രദേശത്തിലൂടെ ലോക്കിന്റെ പടയാളികൾ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. ആ സംഘത്തിന് നടുവിലായി ഒട്ടും ആശ്വാസമില്ലാത്ത ഒരവസ്ഥയിൽ സർ ജെയ്മെ ലാനിസ്റ്റർ കുതിരസവാരി ചെയ്യുന്നു. അയാളുടെ വലതുകൈ വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു. ആ അറുത്തുമാറ്റപ്പെട്ട കൈ ഒരു മാല പോലെ അയാളുടെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. അയാളുടെ കണ്ണുകളിൽ ജീവന്റെ തെളിച്ചമില്ല, മറിച്ച് കടുത്ത നിരാശയും വേദനയും മാത്രം. തൊട്ടടുത്ത് കൈകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ ബ്രിയൻ ഓഫ് ടാത്ത് സഞ്ചരിക്കുന്നു. അവളുടെ മുഖത്ത് ജെയ്മയെക്കുറിച്ചുള്ള ആശങ്ക നിഴലിക്കുന്നുണ്ടായിരുന്നു. തളർന്നുപോയ ജെയ്മയ്ക്ക് കുതിരപ്പുറത്തിരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരുന്നു. അയാളുടെ കുതിര ഇടത്തോട്ട് നീങ്ങിയതും ബാലൻസ് തെറ്റിയ ജെയ്മെ താഴേക്ക് വീഴാൻ തുടങ്ങി. അതുകണ്ട് പരിഭ്രാന്തയായ ബ്രിയൻ ഉറക്കെ പറഞ്ഞു, അദ്ദേഹം വീഴാൻ പോവുകയാണ്, ആരെങ്കിലും അദ്ദേഹത്തെ സഹായിക്കൂ. നിമിഷനേരം കൊണ്ട് ജൈമെ മുഖമടിച്ച് ചെളിയിലേക്ക് വീണു. വേദനയോടെ ഞരങ്ങിക്കൊണ്ട് തന്റെ ഇടതുകൈ ഉപയോഗിച്ചെഴുന്നേൽക്കാൻ അയാൾ പാടുപെട്ടു. ലോക്ക് കയ്യുർത്തി സംഘത്തെ നിർത്തി കുതിരപ്പുറത്തുനിന്ന് താഴെയിറങ്ങി. ചെളിയിൽ കിടന്ന് തൊണ്ടവരണ്ട ജൈമെ ദയനീയമായി ചോദിച്ചു, ദയവായി കുറച്ചു വെള്ളം തരൂ. ലോക്കിന്റെ ഒരു പടയാളി പരിഹാസത്തോടെ അടുത്തുചെന്നു. അയാൾ തന്റെ കൈയിലുണ്ടായിരുന്ന വെള്ളം നിറച്ച പാത്രം തുറന്നു. പക്ഷേ അത് ജെയ്മിക്ക് കൊടുക്കുന്നതിനു പകരം അയാൾ അത് ജെയ്മിയുടെ ചെളിപിടിച്ച തലയിലേക്കൊഴിച്ചു. പടയാളികൾ ആർത്തുചിരിച്ചു. ബ്രിയാനിന് ആ കാഴ്ച കണ്ട് അറപ്പ് തോന്നി. അപ്പോൾ ലോക്ക് സാവധാനം അടുത്തുവന്നു. അവശനായ ജെയ്മി പറഞ്ഞു, ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കില്ല. ലോക്ക് തന്റെ കൈയിലുണ്ടായിരുന്ന പാത്രം ജെയ്മയ്ക്ക് നൽകി. കിട്ടിയ അവസരം പാഴാക്കാതെ ജെയ്മെ അത് ആർത്തിപൂണ്ടു കുടിച്ചു. അതുകണ്ട് ലോക്ക് പരിഹാസത്തോടെ പറഞ്ഞു, കുതിരയുടെ മൂത്രം ഒരാൾ ഇത്ര വേഗത്തിൽ കുടിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പടയാളികൾ വീണ്ടും പൊട്ടിച്ചിരിച്ചു. താൻ കുടിച്ചത് മൂത്രമാണെന്ന് തിരിച്ചറിഞ്ഞ ജെയ്മെ ചുമച്ചുകൊണ്ട് അത് തുപ്പിക്കളഞ്ഞു. അയാളെ എഴുന്നേൽപ്പിക്കാനായി ഒരു പടയാളി അടുത്തേക്ക് വന്നു. അതാണ് തക്ക സമയമെന്ന് ജെയ്മെ തിരിച്ചറിഞ്ഞു. അയാൾ തന്റെ ഇടതുകൈമുട്ടുകൊണ്ട് പടയാളിയുടെ മുഖത്ത് ഇടിച്ച ശേഷം വീഴുന്നതിനിടയിൽ ആ പടയാളിയുടെ വാൾ തട്ടിയെടുത്തു. ഉടൻ തന്നെ ലോക്കും മറ്റു പടയാളികളും ആയുധങ്ങൾ പുറത്തെടുത്തു. അവർ ജെയ്മയെ വളഞ്ഞു. കിങ്സ്ലെയർ എന്ന് ലോകം വിളിച്ചിരുന്ന ആ പോരാളി തന്റെ ഇടതുകൈകൊണ്ട് വിചിത്രവും ദുർബലവുമായ രീതിയിൽ വാൾ വീശി. പക്ഷേ അത് അവർക്ക് തടുക്കാൻ എളുപ്പമായിരുന്നു. എണ്ണത്തിൽ അവർ കൂടുതലായിരുന്നു. പിന്നിൽ നിന്ന് ഒരുവൻ തൊഴിച്ചതോടെ ജെയ്മെ വീണ്ടും ചെളിയിലേക്ക് വീണു. അപ്പോഴും പടയാളികൾ ചിരിക്കുകയായിരുന്നു. സഹികെട്ട ബ്രിയൻ കുതിരപ്പുറത്തുനിന്ന് താഴേക്ക് ചാടി. ജെയ്മെ വീണ്ടും വാളെടുത്തെഴുന്നേറ്റു. പടയാളികൾക്ക് നേരെ വീശി. തന്നെ തടയാൻ വന്ന ഒരുവനെ ബ്രിയൻ ചവിട്ടി വീഴ്ത്തി. പക്ഷേ അപ്പോഴേക്കും ജെയ്മയുടെ മുഖത്ത് ശക്തമായൊരിടി കിട്ടി. 2 വാളുകൾക്ക് മുമ്പിൽ ബ്രിയന്നിയും തടയപ്പെട്ടു. ഒരു പടയാളി പറഞ്ഞു, ഇനി മതി. ചെളിയിൽ അപമാനഭാരത്താൽ തകർന്ന് ജെയ്മെ കിടന്നു. പോരാട്ടവീര്യം അയാളിൽ നിന്ന് പൂർണ്ണമായും ചോർന്നുപോയിരുന്നു. ലോക്ക് മുട്ടുകുത്തി ജെയ്മയുടെ മുഖത്തേക്കടുത്ത് ഭീഷണിസ്വരത്തിൽ പറഞ്ഞു, ഇനിയൊരിക്കൽ കൂടി ഇത് ചെയ്താൽ നിന്റെ മറ്റേ കൈകൂടി ഞാനെടുക്കും. ലോക്ക് എഴുന്നേറ്റു. പടയാളികൾ ബ്രിയന്നെ വലിച്ച് കുതിരകളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ചെളിയിൽ കിടക്കുന്ന ജെയ്മെ ആകാശത്തേക്ക് നോക്കി. അയാളുടെ അറുത്തുമാറ്റപ്പെട്ട കൈ ഒരു ക്രൂരമായ തമാശ പോലെ അയാളുടെ തലയ്ക്ക് സമീപം കിടന്നിരുന്നു. കിങ്സ് ലാൻഡിംഗിലെ വാരിസിന്റെ സ്വകാര്യ മുറിയിലേക്ക് ലോർഡ് ടീരിയൻ ലാനിസ്റ്റർ കടന്നുവന്നു. വാരിസ് സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞു, ലോർഡ് ടീരിയൻ, വരൂ, അകത്തേക്ക് വരൂ. അതിനിടയിൽ ഒരു വലിയ മരപ്പെട്ടിയുടെ മൂടി തുറക്കാൻ വേരീസ് ഒരു ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ടിരിയൻ ചോദിച്ചു, ബ്ലാക്ക് വാട്ടറിലെ സംഭവങ്ങളെക്കുറിച്ച് എന്റെ സഹോദരിക്ക് എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ടെന്ന് താങ്കളുടെ ചെറിയ കിളികളിലൊന്ന് അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതി. എനിക്ക് തെളിവ് വേണം. വാരീസ് തുറന്നു പറയാൻ തുടങ്ങി. എന്റെ പക്കൽ തെളിവുകളില്ല, ചില രഹസ്യ സംസാരങ്ങൾ മാത്രം. ഈ വൃത്തികേടുകൾക്കൊക്കെ മുമ്പ് ഞാൻ എങ്ങനെയാണ് വെട്ടിമാറ്റപ്പെട്ടവനായതെന്ന കഥ താങ്കളോട് പറയാനിരിക്കുകയായിരുന്നു. താങ്കൾക്കത് കേൾക്കണോ? ടിരിയൻ അല്പം സംശയത്തോടെ ചോദിച്ചു. എനിക്കറിയില്ല. അതിന്റെ ആവശ്യമുണ്ടോ? വെരീസ് പെട്ടി തുറക്കാനുള്ള ശ്രമം താത്കാലികമായി നിർത്തി ആഴത്തിലുള്ള ഓർമ്മകളിലേക്ക് പോയി. ഒരു കുട്ടിയായിരുന്നപ്പോൾ ഞാനൊരു നാടകസംഘത്തോടൊപ്പം സ്വതന്ത്ര നഗരങ്ങളിലൂടെ സഞ്ചരിച്ചു. ഒരു ദിവസം മയറിൽ വെച്ച് ഒരു മനുഷ്യൻ എന്റെ യജമാനന് നിരസിക്കാൻ കഴിയാത്തത്ര വലിയൊരു ഓഫർ നൽകി. ആ മനുഷ്യൻ എന്നെ ഉപയോഗിക്കാൻ പോകുന്നത് ചിലർ ചെറിയ ആൺകുട്ടികളെ ഉപയോഗിക്കുന്നതുപോലെ ആയിരിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. എന്നാൽ അയാൾക്ക് വേണ്ടിയിരുന്നത് അതിലും ഭയാനകമായ ഒന്നായിരുന്നു. ചലിക്കാനോ സംസാരിക്കാനോ കഴിയാത്ത, എന്നാൽ എന്റെ ഇന്ദ്രിയങ്ങളെ മരവിപ്പിക്കാത്ത ഒരു മരുന്ന് അയാൾ എനിക്ക് നൽകി. ഒരു വളഞ്ഞ കത്തി ഉപയോഗിച്ച് അയാൾ എന്റെ ജനനേന്ദ്രിയം അറുത്തുമാറ്റി. അപ്പോഴെല്ലാം അയാൾ എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ടായിരുന്നു. ഒരു തീച്ചട്ടിയിൽ അയാൾ എന്റെ ഭാഗങ്ങൾ കത്തിച്ചു. തീനാളം നീലനിറമായി മാറി അയാളുടെ വിളിയോട് പ്രതികരിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇന്നും ആ രാത്രിയെക്കുറിച്ച് ഞാൻ സ്വപ്നം കാണാറുണ്ട്. ആ മന്ത്രവാദിയെക്കുറിച്ചല്ല, അയാളുടെ കത്തിയെക്കുറിച്ചുമല്ല. ആ തീയിൽ നിന്ന് വന്ന ശബ്ദത്തെക്കുറിച്ചാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതൊരു ദൈവമായിരുന്നോ? ഒരു പിശാചായിരുന്നോ? അതോ വെറുമൊരു കൺകെട്ടായിരുന്നോ? എനിക്കറിയില്ല. പക്ഷേ മന്ത്രവാദി വിളിച്ചു. ഒരു ശബ്ദം അതിന് മറുപടി നൽകി. അന്നുമുതൽ മാജിക്കിനെയും അത് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ വെറുക്കുന്നു. സ്റ്റാനിസിനും അയാളുടെ ചുവന്ന മന്ത്രവാദിനിക്കുമെതിരെ പോരാട്ടത്തിൽ സഹായിക്കാൻ ഞാൻ എന്തുകൊണ്ട് തീരുമാനിച്ചുവെന്ന് ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലാക്കാം. ഒരുതരം പ്രതീകാത്മക പ്രതികാരം. ടിരിയൻ തൊണ്ട ശരിയാക്കി പറഞ്ഞു. എന്നെ കൊല്ലാൻ ശ്രമിച്ച യഥാർത്ഥ വ്യക്തിയോട് യഥാർത്ഥ പ്രതികാരം ചെയ്യേണ്ട ആവശ്യം എനിക്കുണ്ട്. അതിന് സ്വാധീനം ആവശ്യമാണ്. വാരീസ് ഇടപെട്ടു പറഞ്ഞു. അത് താങ്കൾക്കിപ്പോൾ ഇല്ല. കൈയിലെ ഇരുമ്പ് ദണ്ട് താഴെ വെച്ച് കൈകൾ കഴുകാനും മുഖം മിനുക്കാനുമായി വേരീസ് ഒരു പാത്രത്തിനടുത്തേക്ക് നീങ്ങി. അയാൾ തുടർന്നു പറഞ്ഞു,
മന്ത്രവാദിയുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ മരിക്കാനായി അയാൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അയാളോട് വാശി തീർക്കാൻ ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു. ഞാൻ യാചിച്ചു. ഞാനൊരു മികച്ച കള്ളനായി മാറി. ഒരു മനുഷ്യന്റെ പണസഞ്ചിയിലുള്ളതിനേക്കാൾ മൂല്യം അവന്റെ കത്തുകളിലെ ഉള്ളടക്കത്തിനാണെന്ന് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി. പടിപടിയായി ഒന്നിനു പുറകെ ഒന്നായി അരോചകമായ ജോലികൾ ചെയ്ത് മയറിലെ ചേരികളിൽ നിന്ന് ഞാൻ ഈ ചെറിയ കൗൺസിൽ ചേംബറിലേക്കെത്തി. സ്വാധീനം ഒരു കള പോലെ വളരുന്നു. റെഡ് കീപ്പിൽ നിന്ന് ലോകത്തിന്റെ അങ്ങേത്തലക്കൽ വരെ അതിന്റെ വേരുകൾ പടരുന്നതുവരെ ഞാൻ ക്ഷമയോടെ അതിനെ പരിപാലിച്ചു. വാരീസ് ആ വലിയ പെട്ടിയുടെ മുകൾ ഭാഗം നീക്കി. അയാളും ടിരിയനും അതിനുള്ളിലേക്ക് നോക്കി. ഉള്ളിൽ നിന്ന് വന്ന ദുർഗന്ധം കാരണം വാരീസ് മൂക്ക് പൊത്തി. പെട്ടിക്കുള്ളിലെ കാഴ്ച കണ്ട് ടിരിയൻ ഞെട്ടിപ്പോയി. ടിരിയൻ മന്ത്രിച്ചു, ആ മന്ത്രവാദി! ആ പെട്ടിക്കുള്ളിൽ നിസ്സഹായനായി ആ മന്ത്രവാദി കിടക്കുന്നുണ്ടായിരുന്നു. അയാളുടെ വായ തുന്നിക്കെട്ടിയിരിക്കുന്നു. തുന്നിക്കെട്ടിയ വായയ്ക്ക് പിന്നിലൂടെ അയാൾ നിരാശയോടെ എന്തൊക്കെയോ മൂളാൻ ശ്രമിച്ചു. വാരീസ് ശാന്തമായി പറഞ്ഞു, ഹലോ എന്റെ പഴയ സുഹൃത്തെ, കണ്ടിട്ട് ഒരുപാട് നാളായി. മന്ത്രവാദിയുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ വാരീസ് ആ പെട്ടിയുടെ മൂടി തിരികെ വെച്ചു. ഉത്തരദേശത്തെ മരവിപ്പിക്കുന്ന തണുപ്പിൽ പന്നിക്കൂടിനുള്ളിൽ ഗ്രന്നും ഡോളറസ് എഡിസൺ ടോളറ്റും ചെളിയും കാഷ്ടവും കോരിക്കളയുകയായിരുന്നു. ഗ്രൻ പരാതിയോടെ പറഞ്ഞു, ആളുകൾ നൈറ്റ് വാച്ചിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കോരിക്കളയലിനെക്കുറിച്ച് ഒരിക്കലും പറയാറില്ല. റാസ്റ്റ് എന്ന സൈനികൻ അവിടേക്ക് വന്നു. അയാളുടെ മുഖത്ത് നിഗൂഢമായൊരു ഭാവമുണ്ടായിരുന്നു. റാസ്റ്റ് പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് പോകണം. ഗ്രൻ മറുപടി പറഞ്ഞു, ലോർഡ് കമാൻഡർ പോകാമെന്ന് പറയുമ്പോൾ നമ്മൾ പോകും. റാസ്റ്റ് പുച്ഛത്തോടെ പറഞ്ഞു, മോർമോണ്ട് നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല. വൈറ്റ് വാക്കറുകൾ വരുമ്പോൾ ക്രാസ്റ്റർ നമ്മളെ പന്നികളെപ്പോലെ അവർക്ക് എറിഞ്ഞുകൊടുക്കും. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ നോക്കണം. അതേസമയം ഗില്ലി തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിരുന്നു. കുഞ്ഞ് മെല്ലെ കരയാൻ തുടങ്ങി. സാംവെൽ ടാർലി അകത്തേക്ക് വന്നതും ഗില്ലി ഉത്കണ്ഠയോടെ എഴുന്നേറ്റു. ഗില്ലി പറഞ്ഞു, നീ അവനെ ഉണർത്തി. സാം പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ, അവൻ സുന്ദരനാണ്. അവസാനം കണ്ടുമുട്ടിയപ്പോൾ സാം അവൾക്ക് നൽകിയ തിമ്പിൾ തിരികെ നൽകി. ഗില്ലി പറഞ്ഞു, തിരികെ വരുന്നതുവരെ ഇത് സൂക്ഷിക്കാൻ നീ പറഞ്ഞു. നീ തിരികെ വന്നു. സാം പറഞ്ഞു, ഇത് നിന്റെ കയ്യിലിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഗില്ലി ദേഷ്യത്തോടെ പറഞ്ഞു, നിന്റെ ഈ വിഡ്ഢിത്തം പിടിച്ച തിമ്പിൾ എനിക്ക് വേണ്ട. എനിക്ക് എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം. നിനക്കത് ചെയ്യാൻ കഴിയുമോ? സാം മറുപടി പറഞ്ഞില്ല. കുഞ്ഞ് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. നിസ്സഹായനായി സാം അവിടെ നിന്ന് പുറത്തേക്ക് പോയി. കാടിനുള്ളിലൂടെ ബ്രാൻ സ്റ്റാർക്ക് ഓടുന്നു. തലയ്ക്ക് മുകളിൽ ഒരു കാക്ക. ബ്രാൻ ഒരു ദൈവമരത്തിനടുത്തേക്കെത്തി. ജോർജൻ റീഡ് പെട്ടെന്ന് അവന്റെ അരികിൽ പ്രത്യക്ഷപ്പെട്ടു. ജോർജൻ പറഞ്ഞു, നീ അതിന്റെ പിന്നാലെ പോകണം. ബ്രാൻ ചോദിച്ചു, എങ്ങനെ? ജോർജൻ പറഞ്ഞു, എങ്ങനെയാണെന്ന് നിനക്കറിയാം. ബ്രാൻ ആ ദൈവമരത്തിന്റെ ഉയർന്ന കൊമ്പുകളിലേക്ക് വലിഞ്ഞുകയറി. ഒടുവിൽ അവൻ ആ കാക്കയെ കണ്ടെത്തി. കാക്കയുടെ അടുത്തേക്ക് അവൻ ശ്രദ്ധാപൂർവം ബാലൻസ് ചെയ്തു നീങ്ങി. പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരു വിളി, ബ്രാൻഡൻ! മരത്തിൽ ബ്രാനിന്റെ പിന്നിലായി കാറ്റ്ലിൻ സ്റ്റാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ബ്രാൻ വിളിച്ചു, അമ്മേ. കാറ്റ്ലിൻ ചോദിച്ചു, എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി മേലാൽ കയറരുതെന്ന്? ബ്രാൻ പറഞ്ഞു, അമ്മേ, എനിക്കത് കണ്ടെത്തണം. അത് ഇവിടെയുണ്ട്. അത് എന്നെ വിളിക്കുകയാണ്. കാറ്റ്ലിൻ അവനെ ബലമായി പിടിച്ചു. കാറ്റ്ലിൻ പറഞ്ഞു, നീ എനിക്ക് വാക്ക് തരണം. ഇനി മേലാൽ കയറരുത്. കാറ്റ്ലിൻ അവനെ പിടിച്ചുലച്ചു. അവളുടെ ശബ്ദം ഉയർന്നു. കാറ്റ്ലിൻ അലറി, എനിക്ക് വാക്ക് തരൂ. കാറ്റ്ലിൻ അവനെ ശക്തമായി കുലുക്കി. ബ്രാനിന്റെ കാലുകൾ വഴുതി. അവൻ മരത്തിൽ നിന്ന് താഴേക്ക് വീണു. ബ്രാൻ നിലവിളിച്ചു. കാറ്റ്ലിൻ എന്റെ ശബ്ദം മുഴങ്ങി, എനിക്ക് വാക്ക് തരൂ, എനിക്ക് വാക്ക് തരൂ, ബ്രാൻ, വാക്ക് തരൂ. ഒരു ഞെട്ടലോടെ സ്വപ്നത്തിൽ തറയിൽ വീഴുന്നതിന് തൊട്ടുമുമ്പ് ബ്രാൻ ഉണർന്നു. അവൻ എഴുന്നേറ്റിരുന്നു. ജോർജൻ ഒന്നും മിണ്ടാതെ അവനെ നോക്കിയിരുന്നു. വാരീസും റോസും തമ്മിൽ സംസാരിക്കുകയായിരുന്നു. വരുമാനം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ലിറ്റിൽ ഫിംഗർ എന്തു പറഞ്ഞു? റോസ് പറഞ്ഞു, അത് ശ്രദ്ധിക്കാൻ കഴിയാത്തത്ര തിരക്കിലായിരുന്നു അദ്ദേഹം ഉടൻ തന്നെ ഏരിലേക്ക് പോകുന്നു. യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾക്ക് ഞാൻ അദ്ദേഹത്തെ സഹായിക്കുകയാണ്. വാരീസ് പറഞ്ഞു, ലേഡി ആരിനോടും അവരോടൊപ്പം ലഭിക്കുന്ന പദവിയോടുമുള്ള അദ്ദേഹത്തിന്റെ ശാശ്വതമായ പ്രണയം പിന്തുടരാൻ. സങ്കടകരമാണ് സത്യത്തിൽ. സൻസ സ്റ്റാർക്കിനോടുള്ള താൽപര്യം നഷ്ടപ്പെടാൻ നമ്മുടെ സുഹൃത്തിന് കഴിഞ്ഞു. റോസ് പറഞ്ഞു, എനിക്കറിയാവുന്നിടത്തോളം അദ്ദേഹത്തിന് താൽപര്യം നഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതുന്നില്ല. വാരീസ് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്? റോസ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കപ്പലിലെ സാധനങ്ങളുടെ കണക്ക്. റോസ് ഒരു ചുരുളെടുത്ത് വാരീസിന് നൽകി. അയാൾ അത് തുറന്നു. റോസ് പറഞ്ഞു, 2 തൂവൽ മെത്തകൾ. ക്യാബിനിലേക്ക് അദ്ദേഹം 2 തൂവൽ മെത്തകൾ കൊണ്ടുപോകുന്നുണ്ട്. വാരീസ് ചിന്തിച്ചു, ലിറ്റിൽ ഫിംഗറിനെ കൂടാതെ ഒരു തൂവൽ മെത്തയ്ക്ക് അർഹതയുള്ളത്ര പ്രധാനപ്പെട്ട ആരാണ് ലിറ്റിൽ ഫിംഗറിനുള്ളത്? കിങ് ജോഫ്രി ബെരത്യൻ, ലേഡി മാർജറി ടൈറൽ, ക്വീൻ സെർസി ലാനിസ്റ്റർ, ലേഡി ഒലെന്ന ടൈറൽ എന്നിവർ സെപ്റ്റ് ഓഫ് ബേലോറിലൂടെ നടക്കുകയായിരുന്നു. വെസ്റ്ററോസിലെ മുൻ ഭരണാധികാരികളെ എവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നതെന്ന് ജോഫ്രി മാർജറിക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. പിന്നിലായി സെർസിയും ഒലെന്നായും വരാനിരിക്കുന്ന വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. സെർസി പറഞ്ഞു, ചടങ്ങ് സാധാരണയായി പ്രധാന ശ്രീകോവിലിലാണ് നടക്കാറുള്ളത്. അവിടെ 700 പേർക്ക് സുഖമായിരിക്കാം. ഒലെന്ന പരിഹാസത്തോടെ പറഞ്ഞു, മറ്റുള്ളവർക്കായി വളപ്പിൽ വേറെയും നല്ല സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. ജോഫ്രി പറഞ്ഞു, എന്റെ അച്ഛൻ അവരെ ഇവിടെ വെക്കാൻ താൽപ്പര്യമില്ലായിരുന്നു.
അവരുടെ മൃതദേഹങ്ങൾ കത്തിച്ച് ബ്ലാക്ക് വാട്ടറിൽ എറിയാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. പക്ഷേ ഹൈസെപ്റ്റൺ അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റിപ്പിച്ചു. മാർജറി പറഞ്ഞു, അദ്ദേഹം അങ്ങനെ ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്. അവരുടെ പൂർവികരാണ് ഇത് നിർമ്മിച്ചത്. ചിലപ്പോൾ മഹത്വത്തിന് നമ്മൾ നൽകേണ്ടിവരുന്ന വിലയാണ് കാഠിന്യം. സെപ്റ്റിനു പുറത്ത് ജനക്കൂട്ടത്തിന്റെ ആരവം അവർ കേട്ടു. മാർഗേറി ചോദിച്ചു, നമുക്ക് പോയി അവരെ കണ്ടാലോ? അങ്ങ് അവർക്ക് സ്നേഹം നൽകിയാൽ അവർ അത് 1000 മടങ്ങായി തിരികെ നൽകും. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് അങ്ങയോട് എന്താണ് തോന്നുന്നതെന്ന് എനിക്കറിയാം. കിങ്സ് ലാൻഡിംഗിന്റെ പ്രതിരോധം അങ്ങ് നയിച്ചു. അവർ അങ്ങയെ ആരാധിക്കുന്നു. ജോഫ്രി ആജ്ഞാപിച്ചു, വാതിലുകൾ തുറക്കൂ. വാതിലുകൾ തുറന്നു. ജോഫ്രിയും മാർജറിയും പുറത്തേക്കിറങ്ങി. ഒരു സ്ത്രീ വിളിച്ചു, ലേഡി മാർജറി. മാർജറി ജനക്കൂട്ടത്തിന് നേരെ കൈവീശി. ലേഡി മാർജറി നീണാൾ വാഴട്ടെ. ജോഫ്രി മാർജറിയെ നോക്കി. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവനും അവളോടൊപ്പം കൈവീശാൻ തുടങ്ങി. ഒരാൾ വിളിച്ചു, കിങ് ജോഫ്രി. ദൈവം കിങ് ജോഫ്രിയെ അനുഗ്രഹിക്കട്ടെ. ടിയോൺ ഗ്രേ ജോയും തൂപ്പുകാരനും കാട്ടിലൂടെ സാവധാനം കുതിരസവാരി ചെയ്യുകയായിരുന്നു. ടിയോൺ ചോദിച്ചു, ഡീപ് വുഡ് മോട്ടിലേക്ക് ഇനി എത്ര ദൂരമുണ്ട്? തൂപ്പുകാരൻ പറഞ്ഞു, അധികം ദൂരമില്ല പ്രഭു. നിങ്ങളുടെ സഹോദരി അവിടെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടിയോൺ ചോദിച്ചു, എന്നെ രക്ഷിക്കാൻ അവൾ നിന്നെ അയച്ചതാണോ? തൂപ്പുകാരൻ പറഞ്ഞു, നിങ്ങളെ പീഡിപ്പിച്ച ആളുകളെ ഞാൻ സേവിച്ചു. അവർ പറഞ്ഞത് ഞാൻ ചെയ്തു. എന്നിട്ട് ശരിയായ നിമിഷത്തിനായി കാത്തിരുന്നു. ടിയോൺ ചോദിച്ചു, എനിക്കുവേണ്ടി നീ എന്തിനാണ് നിന്റെ ജീവൻ പണയം വെക്കുന്നത്? തൂപ്പുകാരൻ പറഞ്ഞു, ഞാൻ സാൾട്ട് ക്ലിഫിലാണ് വളർന്നത് പ്രഭു. അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഞാൻ വെറുമൊരു കുട്ടിയായിരുന്നു. നിങ്ങളെ കൊണ്ടുപോകുന്ന കപ്പൽ കാണാൻ എന്റെ അച്ഛൻ എന്നെയും സഹോദരങ്ങളെയും മലമുകളിലേക്ക് കൊണ്ടുപോയി. അതാണ് ബാലോൺ ഗ്രേജോയുടെ അവസാനത്തെ ജീവിച്ചിരിക്കുന്ന മകൻ എന്ന് നമ്മളോട് പറഞ്ഞപ്പോൾ എന്റെ അച്ഛന്റെ മുഖത്തുണ്ടായിരുന്ന ഭാവം ഞാൻ ഓർക്കുന്നു. അവർ നിങ്ങളോട് ചെയ്യുന്നത് കണ്ടപ്പോൾ ആ വാക്കുകളാണ് ഞാൻ വീണ്ടും വീണ്ടും കേട്ടത്. പിന്നീട് ടിയോണും തൂപ്പുകാരനും ഒരു മതിലിനു മുകളിലൂടെ ചാടി മഴയത്ത് പതുങ്ങി നീങ്ങി. അവർ ഒരു ചെറിയ കോട്ടയുടെ അടുത്തേക്കെത്തി. ടിയോൺ പറഞ്ഞു, എന്റെ സഹോദരിയുടെ ആളുകൾ അവളോട് കൂറുള്ളവരാണ്. നമുക്ക് അവരിൽ നിന്ന് ഒളിക്കേണ്ടതില്ല. തൂപ്പുകാരൻ പറഞ്ഞു, അവിടെയുള്ളവരെല്ലാം നിങ്ങളുടെ സഹോദരിയുടെ ആളുകളല്ല. ചിലർ നിങ്ങളുടെ അച്ഛനോട് കൂറുള്ളവരാണ്. തൂപ്പുകാരൻ കോട്ടയിലേക്ക് നയിക്കുന്ന താഴത്തെ ഗേറ്റ് തുറന്നു. അതൊരു നീണ്ട ഇടനാഴിയിലേക്കാണ് നയിച്ചത്. ടിയോൺ ചിരിച്ചു. തൂപ്പുകാരൻ ചോദിച്ചു, എന്താ? ടിയോൺ പറഞ്ഞു, ഈ സ്ഥലം പിടിച്ചെടുക്കാൻ എന്റെ അച്ഛൻ യാരയോട് പറഞ്ഞപ്പോൾ എനിക്ക് എത്രമാത്രം അസൂയ തോന്നിയിരുന്നുവെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. തൂപ്പുകാരൻ ചോദിച്ചു, നിങ്ങളോട് എന്തു ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞത്? ടിയോൺ പറഞ്ഞു, മത്സ്യബന്ധന ഗ്രാമങ്ങൾ ആക്രമിക്കാൻ. അദ്ദേഹത്തിന് എന്നെ വിശ്വാസമില്ലായിരുന്നു. ഞാനൊരു സ്റ്റാർക്കാണെന്ന് അദ്ദേഹം കരുതി. എനിക്കൊരിക്കലും ഒരു സ്റ്റാർക്കാകാൻ കഴിയില്ല. റോബ് സ്റ്റാർക്ക് എപ്പോഴും എന്നെ അത് ഓർമ്മിപ്പിക്കുമായിരുന്നു. തൂപ്പുകാരൻ ചോദിച്ചു, അവൻ നിങ്ങളെ ഭരിച്ചിരുന്നോ? ടിയോൺ പറഞ്ഞു, അതിന്റെ ആവശ്യമില്ലായിരുന്നു. അവൻ അവനായിരുന്നാൽ മാത്രം മതിയായിരുന്നു. അവൻ ആരാകാനാണോ ജനിച്ചത് അതായിത്തീരുക. അവന്റെ വസ്ത്രങ്ങളെക്കാൾ നന്നായി അവന്റെ ജീവിതം അവന് യോജിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ എനിക്കൊരു സഹോദരനാകാൻ കഴിയും? അവനാണ് കിങ് ഇൻ ദ നോർത്ത്. എന്റെ അച്ഛൻ എനിക്കൊരു അവസരം തന്നു. ഞാനത് തിരഞ്ഞെടുത്തു. എനിക്കൊരിക്കലും ഒരു സ്റ്റാർക്കാകാൻ കഴിയില്ല. പക്ഷേ അയറൺബോൺ, അതാണ് ഞാൻ ആകാൻ ആഗ്രഹിച്ചത്. വിന്റർഫെല്ലിനു വേണ്ടി ഞാൻ ആ ആൺകുട്ടികളെ കൊന്നു. തൂപ്പുകാരൻ ചോദിച്ചു, സ്റ്റാർക്ക് ആൺകുട്ടികളെയോ? ടിയോൺ പറഞ്ഞു, അവരെ ഒരിക്കലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു കർഷകനൊപ്പം താമസിച്ചിരുന്ന പാവം അനാഥർ. ഡാഗ്മറിനെ കൊണ്ട് ഞാൻ അവരുടെ തൊണ്ട അറുത്തു. അവരുടെ മൃതദേഹങ്ങൾ കത്തിച്ചു. അങ്ങനെ എനിക്ക് വിന്റർഫെൽ കൈവശം വെക്കാനും എന്റെ അച്ഛനെ അഭിമാനഭരിതനാക്കാനും കഴിഞ്ഞു. പക്ഷേ ഞാൻ തെരഞ്ഞെടുത്ത തീരുമാനം തെറ്റായിരുന്നു. ഇപ്പോൾ ഞാൻ എല്ലാം മനസ്സിലാക്കുന്നു. ടിയോണും തൂപ്പുകാരനും ഗേറ്റ് കടന്നു മുന്നോട്ടുപോയി. മുറിയിൽ കൂരിരുട്ടായിരുന്നു. ടിയോൺ വിളിച്ചു, യാര. തൂപ്പുകാരൻ ഒരു പന്തം കത്തിച്ചു. മുറിയിൽ വെളിച്ചം വീണപ്പോൾ ടിയോണിനെ പീഡിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന എക്സ് ആകൃതിയിലുള്ള കുരിശ് അവിടെ തെളിഞ്ഞുവന്നു. തൂപ്പുകാരൻ പറഞ്ഞു, നീ എന്നോട് സത്യങ്ങൾ പറഞ്ഞു ടിയോൺ. ആരും കേൾക്കരുതെന്ന് നീ ആഗ്രഹിച്ച ആ രഹസ്യങ്ങൾ, ആ സ്റ്റാർക്ക് കുട്ടികൾ ജീവനോടെയുണ്ടെന്ന കാര്യം എല്ലാം നീ എന്നോട് ഏറ്റുപറഞ്ഞു. നീ കരുതിയത് ഞാൻ നിന്റെ സുഹൃത്താണെന്നാണ്, നിന്നെ വീട്ടിലെത്തിക്കാൻ വന്ന സഹായിയാണെന്ന്. എന്റെ അച്ഛൻ റൂസ് ബോൾട്ടൺ, അദ്ദേഹത്തിന് വേണ്ടത് നിന്റെ സത്യങ്ങളായിരുന്നു. അത് നീ എനിക്ക് തന്നു. ശരീരത്തിൽ മുറിവുണ്ടാക്കാൻ ആർക്കും കഴിയും. അത് എളുപ്പമാണ്, കത്തിക്കും വാളിനും ചെയ്യാൻ കഴിയുന്ന നിസ്സാര കാര്യം. പക്ഷേ ഒരു മനുഷ്യന്റെ മനസ്സിനെ മുറിക്കണമെങ്കിൽ അതിന് മൂർച്ചയേറിയ മറ്റൊരായുധം വേണം. പ്രതീക്ഷ, ഹോപ്പ്. അതാണ് ആ ആയുധം. നിന്നെ ഞാൻ രക്ഷിക്കുമെന്നും നിനക്ക് പഴയ ജീവിതം തിരിച്ചുകിട്ടുമെന്നും നീ വിശ്വസിച്ച ആ നിമിഷമുണ്ടല്ലോ, ആ നിമിഷമാണ് ഞാൻ നിന്നെ യഥാർത്ഥത്തിൽ കൊന്നത്. നിന്നെ രക്ഷിക്കാൻ വന്ന മാലാഖയല്ല ഞാൻ. നിന്റെ നരകം ഭരിക്കാൻ വന്ന ചെകുത്താനാണ് ടിയോൺ. ഞാൻ റാംസി ബോൾട്ടൺ. ലോർഡ് ടൈവിൻ ലാനിസ്റ്റർ എന്തോ എഴുതുകയായിരുന്നു. സെർസി ക്ഷമയില്ലാതെ നോക്കി നിന്നു. ടൈവിൻ ചോദിച്ചു, നിനക്കെന്നോട് എന്താണ് പറയാനുള്ളത്? സെർസി പറഞ്ഞു, ജൈമയെക്കുറിച്ച്. ടൈവിൻ ചോദിച്ചു, അവനെക്കുറിച്ചെന്ത്? സെർസി പറഞ്ഞു, അവനെ തിരികെ കൊണ്ടുവരാൻ നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ടൈവിൻ ചോദിച്ചു,
കാറ്റലിൻ സ്റ്റാർക്ക് ടിരിയനെ തടവിലാക്കിയപ്പോൾ മറുപടിയായി ഞാൻ എന്താണ് ചെയ്തത്? സെർസി പറഞ്ഞു. അങ്ങ് ഒരു യുദ്ധം തുടങ്ങി. ടൈവിൻ ചോദിച്ചു. ആ കാമഭ്രാന്തൻ കുള്ളനു വേണ്ടി ഞാനൊരു യുദ്ധം തുടങ്ങുമെങ്കിൽ എന്റെ മൂത്ത മകനും അവകാശിക്കും വേണ്ടി ഞാൻ എന്തു ചെയ്യുമെന്നാണ് നീ കരുതുന്നത്? സെർസി പറഞ്ഞു. നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം. ടൈവിൻ എഴുതിതീർത്ത കത്ത് സീൽ ചെയ്തു. മറ്റൊരെണ്ണം എഴുതാൻ തുടങ്ങി. ടൈവിൻ പറഞ്ഞു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സെർസി പറഞ്ഞു. ടൈറൽസ് ഒരു പ്രശ്നമാണ്. ടൈവിൻ പറഞ്ഞു. സ്റ്റാനിസ് ബെറാത്തിയനെ തോൽപ്പിക്കാൻ ടൈറൽസ് നമ്മളെ സഹായിച്ചു. ടൈറൽസ് നിന്റെ ജീവൻ രക്ഷിച്ചു, നിന്റെ മക്കളുടെ ജീവൻ രക്ഷിച്ചു. സെർസി പറഞ്ഞു. മാർഗേറി ജോഫ്രിയെ വരുതിയിലാക്കിയിരിക്കുന്നു. അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവൾക്കറിയാം. ടൈവിൻ പറഞ്ഞു. നല്ലത്. അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിനക്കും അറിയാമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീയൊരു സ്ത്രീയായതുകൊണ്ടല്ല എനിക്ക് നിന്നിൽ വിശ്വാസമില്ലാത്തത്. നീ വിചാരിക്കുന്നത്ര ബുദ്ധിയൊന്നും നിനക്കില്ലാത്തതുകൊണ്ടാണ്. ആ പയ്യനെ നിന്റെയും ഈ നഗരത്തിലുള്ള മറ്റെല്ലാവരുടെയും മേൽ സവാരി ചെയ്യാൻ നീ അനുവദിച്ചു. ടൈവിൻ വീണ്ടും എഴുതാൻ തുടങ്ങി. സെർസി പറഞ്ഞു. അവന് തോന്നുന്നതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അവനെ തടയാനങ്ങ് ശ്രമിക്കണം. ടൈവിൻ പറഞ്ഞു. ശരി, ശ്രമിക്കാം. ഒലന്ന ചിന്താഗ്നയായിരിക്കുകയായിരുന്നു. വേലക്കാരി ചോദിച്ചു. മുത്തശ്ശിക്കിതിഷ്ടപ്പെട്ടോ? ഒലന്ന പറഞ്ഞു. മറ്റൊരു സ്വർണ്ണ റോസാപ്പൂവ്. എത്ര മനോഹരം! റോസാപ്പൂവ് പതിച്ച പാത്രങ്ങളിൽ നിന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. റോസാപ്പൂവ് തുന്നിയ വിരിപ്പുകളിലാണ് ഞാൻ ഉറങ്ങുന്നത്. എന്റെ മലവിസർജന പാത്രത്തിൽ പോലും ഒരു സ്വർണ്ണ റോസാപ്പൂവ് വരച്ചിട്ടുണ്ട്. അത് കണ്ടാൽ നാറ്റം കുറയുമെന്നാണോ വിചാരം? റോസാപ്പൂക്കൾ ബോറാണ് മോളെ. വേരീസ് അവിടേക്ക് വന്നു. ഒലെന്ന പറഞ്ഞു. നോക്കൂ കുഞ്ഞേ, തോട്ടത്തിലൊരു ചിലന്തി. വേരീസ് പറഞ്ഞു. മലേരി, കിങ്സ് ലാൻഡിംഗിലേക്ക് നിങ്ങളെ നേരിട്ട് സ്വാഗതം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. ഒലെന്ന പറഞ്ഞു. എന്നെ വശീകരിക്കാനാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? വശീകരിച്ചോളൂ. ഒരുപാട് നാളായി. പക്ഷേ അതൊന്നും കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് ഞാൻ കരുതുന്നു. ഇല്ലാത്ത ഒന്ന് ജീർണിച്ച് ഒന്നുമായി മുട്ടുമ്പോൾ എന്തു സംഭവിക്കും? നിങ്ങൾ എന്തോ ഒന്നിനായി ഇത്രയും ദൂരം വന്നിരിക്കുന്നു. എന്താണത്? വാരിസും ഒലെന്നാവും ഒന്നിച്ചു നടന്നു. വാരിസ് പറഞ്ഞു. എനിക്ക് ലോർഡ് സ്റ്റാർക്കിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മകളെ സഹായിക്കാൻ എനിക്ക് കഴിയും. ഒലെന്ന ചോദിച്ചു. എങ്ങനെ? വാരിസ് പറഞ്ഞു. അവളിൽ താൽപ്പര്യം കാണിക്കുന്നത് നിങ്ങൾ മാത്രമല്ല. ഒലെന്ന പറഞ്ഞു. അതിൽ അത്ഭുതപ്പെടാനില്ല. പ്രശസ്തമായ പേരുള്ള സുന്ദരിയായ പെൺകുട്ടിയാണവൾ. വാരിസ് പറഞ്ഞു. ലിറ്റിൽ ഫിംഗർ ഇനി തലസ്ഥാനത്ത് അധികകാലമുണ്ടാവില്ല. അദ്ദേഹം പോകുമ്പോൾ സാൻസ സ്റ്റാർക്കും അദ്ദേഹത്തോടൊപ്പം പോകുമെന്ന് എന്റെ ഒരു വിശ്വസ്തൻ എന്നോട് പറഞ്ഞു. ഒലെന്ന ചോദിച്ചു. എന്തിനാണ് നിങ്ങൾ ഈ കാര്യവുമായി എന്റെ അടുത്തേക്ക് വന്നത്? വാരിസ് പറഞ്ഞു. ഭൂമിയോ സമ്പത്തോ സൈന്യമോ ഇല്ലാതെയാണ് ലിറ്റിൽ ഫിംഗർ ജനിച്ചത്. ആദ്യത്തെ രണ്ടും അദ്ദേഹം നേടി. ഇനി എത്ര കാലം വേണം അദ്ദേഹത്തിന് സൈന്യം ലഭിക്കാൻ? വെസ്റ്ററോസിലെ ഏറ്റവും അപകടകാരിയായ മനുഷ്യരിൽ ഒരാളാണ് ലിറ്റിൽ ഫിംഗർ. റോബ് സ്റ്റാർക്ക് വീണാൽ വടക്കൻ ദേശത്തേക്കുള്ള താക്കോലാണ് സാൻസ സ്റ്റാർക്ക്. ഒലെന്ന പറഞ്ഞു. നിങ്ങളൊരു ബുദ്ധിമാനാണ് ലോർഡ് വേരീസ്. വാരിസ് പറഞ്ഞു. നിങ്ങൾ വളരെ ദയാലുവാണ്. എനിക്കൊരു പരിഹാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാൻസ സ്റ്റാർക്ക് ഒരു പാറക്കെട്ടിനു മുകളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു. മാർജറി അവിടേക്ക് വന്നു. ഗാർഡുകളോട് മാർജറി പറഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് സ്വകാര്യത വേണം. നിങ്ങൾ അകത്ത് കാത്തിരുന്നാൽ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പേരുകൾ എനിക്ക് നൽകാൻ മനസ്സു കാണിച്ചാൽ രാജാവിനോട് നേരിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ പറയാം. 2 ഗാർഡുകൾ അവിടെ നിന്ന് പോയി. മാർജറി ചോദിച്ചു. എന്തിനുവേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? സാൻസ പറഞ്ഞു. എനിക്കത് പറയാൻ കഴിയില്ല. മാർജറി പറഞ്ഞു. ഇന്ന് രാവിലെ സെപ്റ്റിൽ വെച്ച് ഞാൻ എന്തിനുവേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന് ഞാൻ പറയാം. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യത്തിനും സന്തോഷത്തിനും, യുദ്ധം അവസാനിക്കാൻ ചെറിയൊരു ശൈത്യകാലത്തിന്. ബോറടിപ്പിക്കുന്നതും പരമ്പരാഗതവുമായ കാര്യങ്ങൾ. സാൻസ പറഞ്ഞു. ക്ഷമിക്കണം, എനിക്ക് കഴിയില്ല. മാർജറി പറഞ്ഞു. എന്റെ കസിൻ അലാന ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു. എനിക്ക് 12 വയസ്സുള്ളപ്പോൾ ഞാൻ മെലിഞ്ഞ് കോലമായിട്ടായിരുന്നു. അലാന എന്നെ പീഡിപ്പിക്കാനയച്ച ദേവതയെപ്പോലെ സുന്ദരിയും. പന്നിയുടെ മുഖമുള്ളവൾ എന്നാണ് അവൾ എന്നെ വിളിച്ചിരുന്നത്. സാൻസ പറഞ്ഞു. പന്നിയുടെ മുഖമോ? അത് അസംബന്ധമാണ്. മാർജറി പറഞ്ഞു. എന്റെ മൂക്കുമായി അതിനെന്തോ ബന്ധമുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് അവൾക്ക് ഭയങ്കരമായ ത്വക്ക് രോഗം വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം അവൾക്ക് പോറിജ് പ്ലേഗ് വന്നു. സാൻസ ചോദിച്ചു. പോറിജ് പ്ലേഗ്? മാർജറി പറഞ്ഞു. നിങ്ങളുടെ ചർമ്മം വേവിച്ച ഓട്സ് പോലെയാകും. ഒടുവിൽ മുഖം അടർന്നു വീണ് വേദനയോടെ മരിക്കും. സാൻസ പറഞ്ഞു. പക്ഷെ അത് ഭയങ്കരമാണ്. മാർജറി തലയാട്ടി ചിരിച്ചു. അവൾ സാൻസയെ പറ്റിക്കുകയായിരുന്നു. സാൻസ പറഞ്ഞു. ഞാനൊരു മണ്ടിയാണ്. മാർജറി പറഞ്ഞു. അങ്ങനെ പറയരുത്. നീ മണ്ടിയല്ല. സാൻസ ചോദിച്ചു. അപ്പോൾ അലാനയ്ക്ക് എന്തു സംഭവിച്ചു? മാർജറി പറഞ്ഞു. അവൾ വളർന്ന് അതീവ സുന്ദരിയായ ഒരു സ്ത്രീയായി. സുന്ദരനായ ഒരു പ്രഭുവിനെ വിവാഹം കഴിച്ചു. കടൽത്തീരത്തുള്ള ഒരു കോട്ടയിൽ അവർ ജീവിക്കുന്നു. അവർ മറ്റൊരു പാറക്കെട്ടിന് മുകളിലെത്തി. മാർജറി സാൻസയുടെ 2 കൈകളും പിടിച്ചു. മാർജറി പറഞ്ഞു. നമ്മൾ നല്ല സുഹൃത്തുക്കളാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാൻസ പറഞ്ഞു. അതെനിക്ക് വളരെ സന്തോഷം നൽകും. മാർജറി പറഞ്ഞു. നീ ഹൈഗാർഡൻ കാണണം.
നിനക്ക് അവിടെ ഇഷ്ടപ്പെടും. വിളവെടുപ്പ് നിലാവുള്ള രാത്രിയിൽ ഞങ്ങൾക്കൊരു വലിയ വേഷം മാറൽ ചടങ്ങുണ്ട്, മാസ്കറേഡ്. ആ വേഷങ്ങൾ നീ കാണേണ്ടതാണ്. ആളുകൾ മാസങ്ങളോളം അതിനായി പണിയെടുക്കുന്നു. സൻസ പറഞ്ഞു. രാജ്ഞി എന്നെ കിങ്സ് ലാൻഡിംഗ് വിടാൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാർജറി പറഞ്ഞു. ജോഫ്രിയെ വിവാഹം കഴിച്ചാൽ ഞാൻ റാണിയാകും. നീ ലോറസിനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിന്റെ സ്ഥാനം ഹൈഗാർഡനിലായിരിക്കില്ലേ? നമ്മൾ സഹോദരിമാരാകും, നീയും ഞാനും. നിനക്കതിഷ്ടമാണോ? സൻസയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ വളർന്നു. രാത്രിയിൽ ഒരു ശവസംസ്കാര ചിത കത്തുകയായിരുന്നു. ജിയോർ മോർമണ്ട് പറഞ്ഞു. അവന്റെ പേര് ബെൻ എന്നായിരുന്നു. അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ലൊരു റേഞ്ചർ. തന്റെ കടമയിൽ അവൻ ഒരിക്കലും പരാജയപ്പെട്ടില്ല. കഴിയുന്നത്ര നന്നായി അവൻ തന്റെ പ്രതിജ്ഞകൾ പാലിച്ചു. അവൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചു. അവനെപ്പോലൊരാളെ നമ്മളിനി കാണില്ല. ജിയോർ പറഞ്ഞു. ഇപ്പോൾ അവന്റെ കാവൽ അവസാനിച്ചിരിക്കുന്നു. നൗ ഹിസ് വാച്ച് ഹാസ് എൻഡഡ്. ലോർഡ് കമാൻഡർ ജിയോർ മോർമണ്ട് അവിടെ നിന്ന് പോയി. ഗ്രൻ പറഞ്ഞു. ഒടിഞ്ഞ കാൽ ഒരാളെ കൊല്ലുമെന്ന് ഞാൻ കരുതിയില്ല. റാസ്റ്റ് പറഞ്ഞു. അവന്റെ കാലല്ല അവനെ കൊന്നത്. ആ തെണ്ടി ക്രാസ്റ്റർ അവനെ പട്ടിണിക്കിട്ട് കൊന്നതാണ്. പിന്നീട് ക്രാസ്റ്റർ ഭക്ഷണം കഴിക്കുകയും ജിയോർ എഴുതുകയും ചെയ്യുകയായിരുന്നു. അപ്പോഴേക്കും സാം, ഗ്രൻ, ഡൊലോറസ് എഡ്, റാസ്റ്റ്, കാൾ ടാനർ തുടങ്ങിയ നൈറ്റ്സ് വാച്ചിലെ ആളുകൾ തീകായനായി അകത്തേക്ക് വന്നു. ക്രാസ്റ്റർ പറഞ്ഞു. നീയും നിന്റെ കൂട്ടരും പോയി കഴിയുമ്പോൾ എനിക്ക് സന്തോഷമാകും. ജിയോർ പറഞ്ഞു. ഞങ്ങളുടെ പരിക്കേറ്റവർക്ക് ആരോഗ്യം വീണ്ടുകിട്ടിയാലുടൻ. ക്രാസ്റ്റർ പറഞ്ഞു. അവർക്ക് കിട്ടാവുന്നത്ര ആരോഗ്യം അവർക്ക് കിട്ടിക്കഴിഞ്ഞു. മരിക്കാൻ കിടക്കുന്നവർ എന്തുകൊണ്ട് അവരുടെ തൊണ്ട അറുത്തുകൂടാ? അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ചു പോകൂ, ഞാൻ അവരെ നോക്കിക്കോളാം. കാൾ ടാനറിന് ദേഷ്യം വന്നു. നീ ആരുടെ തൊണ്ടയാണ് അറുക്കാൻ പോകുന്നത്, കിളവ? അവൻ ചോദിച്ചു. ജിയോർ പറഞ്ഞു. പുറത്തുപോ. കാൾ ടാനർ പറഞ്ഞു. പുറത്ത് നല്ല തണുപ്പാണ്, കഴിക്കാനൊന്നുമില്ല. ക്രാസ്റ്റർ പറഞ്ഞു. എന്റെ ഭാര്യമാർ നിങ്ങൾക്കപ്പം തന്നു. കാൾ ടാനർ പറഞ്ഞു. അപ്പത്തിൽ അറക്കപ്പൊടിയുണ്ട്. ക്രാസ്റ്റർ പറഞ്ഞു. നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുറത്തുപോയി മഞ്ഞ് തിന്നോ. കാൾ ടാനർ പറഞ്ഞു. നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കഴിക്കാനാണ് എനിക്ക് താൽപ്പര്യം. ജിയോർ എഴുന്നേറ്റു പറഞ്ഞു. പുറത്ത് കാത്തിരിക്കാൻ ഞാൻ പറഞ്ഞു. ദേഷ്യത്തോടെ ക്രാസ്റ്റർ എഴുന്നേറ്റു. ക്രാസ്റ്റർ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വേണ്ടത്ര തന്നു. എനിക്കെന്റെ സ്ത്രീകളെ പോറ്റണം. റാസ്റ്റ് ചോദിച്ചു. അപ്പോൾ നിനക്കൊരു രഹസ്യ കലവറയുണ്ടെന്ന് നീ സമ്മതിക്കുന്നു, അല്ലേ? ജിയോർ അലറി. മതി, പുറത്തുപോ. ക്രാസ്റ്റർ പറഞ്ഞു. ഞാനൊരു ദൈവഭയമുള്ള മനുഷ്യനാണ്. റാസ്റ്റ് പറഞ്ഞു. നീയൊരു പിശുക്കൻ തെണ്ടിയാണ്. ചുവരിൽ നിന്നൊരു കോടാലിയെടുത്ത് ക്രാസ്റ്റർ കാൾ ടാനറിന്റെ അടുത്തേക്ക് ചെന്നു. ജിയോർ റാസ്റ്റിനെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിച്ചു. കാൾ ടാനർ പറഞ്ഞു. നീയൊരു തെണ്ടി തന്നെയാണ്, സ്വന്തം മകളെ വയറ്റിലുണ്ടാക്കുന്ന കാട്ടാളൻ തെണ്ടി. ക്രാസ്റ്റർ കോടാലി ഉയർത്തി കാൾ ടാനറിനെ ആക്രമിച്ചു. കാൾ അവന്റെ കൈയിൽ പിടിച്ച് വയറ്റിൽ കത്തികുത്തിയിറക്കി. ക്രാസ്റ്റർ ചോര തുപ്പി. ജിയോർ പറഞ്ഞു. ഇതിന് ദൈവങ്ങൾ നമ്മളെ ശപിക്കും. കാൾ ടാനർ ക്രാസ്റ്ററിന്റെ ഭാര്യമാരിലൊരാളെ അടിച്ചു. അവളെ തറയിൽ നിന്ന് പൊക്കിയെടുത്ത് കഴുത്തിൽ കത്തിവെച്ചു. അവൾ എതിർത്തില്ല. കാൾ ടാനർ പറഞ്ഞു. മതിലിനപ്പുറം നിയമങ്ങളില്ല. ജിയോർ വാൾ ഊരി. ജിയോർ പറഞ്ഞു. അവളെ വിടൂ. കാൾ ടാനർ അവളെ താഴെയിട്ട് ജിയോറിനെ നേരിടാൻ തയ്യാറായി. ജിയോർ പറഞ്ഞു. ഇതിന് ഞാൻ നിന്റെ തലയെടുക്കും. പിന്നിൽ നിന്ന് റാസ്റ്റ് ജിയോറിനെ കുത്തി. ജിയോറിന്റെ കൈകൾ തളർന്നു. വാൾ താഴെ വീണു. ഗ്രൻ ടാനറിന് നേരെ ചാടി. അവർ കത്തിക്കായി മൽപ്പിടുത്തം നടത്തി. സ്ത്രീകളും പുരുഷന്മാരും അലറാൻ തുടങ്ങി. ജിയോർ തിരിഞ്ഞ് റാസ്റ്റിനെ നേരിട്ടു. അവന്റെ കഴുത്തിൽ പിടിച്ച് ഉയർത്തി ഒരു തൂണിൽ ചേർത്തു നിർത്തി. ക്രാസ്റ്റർ തറയിൽ മരിച്ചു കിടക്കുന്നു. റാസ്റ്റിന്റെ കഴുത്ത് ഞെരിച്ചുകൊണ്ടിരുന്ന ജിയോർ പെട്ടെന്ന് ചോര ഛർദ്ദിച്ച് തറയിലേക്ക് വീണു. റാസ്റ്റ് അവന്റെ അടുത്തേക്ക് വന്ന് ജിയോറിനെ ക്രൂരമായി വീണ്ടും വീണ്ടും കുത്തി. അവിടെ നിന്ന് ഗില്ലിയുടെ കുടിലിലേക്ക് സാം ഓടിക്കയറി പറഞ്ഞു. വേഗം. ഗില്ലി ചോദിച്ചു. എന്താ സംഭവിക്കുന്നത്? ഞാൻ പുറത്തേക്ക് വരില്ല. സാം പറഞ്ഞു. ഇല്ല, നമുക്ക് പോകണം, ഇപ്പോൾ തന്നെ. കുഞ്ഞ് കരഞ്ഞു. അവർ കുടിലിൽ നിന്ന് പുറത്തിറങ്ങി. ഗില്ലി പറഞ്ഞു. എന്റെ പിന്നാലെ വാ, എനിക്ക് വഴിയറിയാം. അസ്റ്റപ്പോറിലെ വലിയൊരു മൈതാനത്ത് ആയിരക്കണക്കിന് അൺസുലീഡ് പടയാളികൾ നിരനിരയായി നിൽക്കുന്നു. ക്രാസ്നീസും ഗ്രൈഷ്യനും ഡെനറിസ് ടാർഗാരിയനിന്റെ മുമ്പിൽ നിന്നു. മിസാൻഡെയ്, ജോറ മോർമോണ്ട്, ബാരിസ്റ്റാൻ സെൽമി എന്നിവരും കൂടെയുണ്ട്. ഡെനറിസ് തന്റെ ഡ്രാഗണുകളിലൊന്നായ ഡ്രോഗോണിനെ കൂട്ടിനുള്ളിൽ നിന്ന് പുറത്തെടുത്തു. അവൾ ഡ്രാഗണിന്റെ കാലിൽ കെട്ടിയിരുന്ന ചങ്ങല ക്രാസ്നീസിന് കൈമാറി. അയാൾ ആർത്തിപിടിച്ച് ചിരിച്ചു. അൺസുലീഡിന്റെ നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്ന ചാട്ടവാർ അവൾക്ക് കൈമാറി. ഡെനറിസ് ചോദിച്ചു. ഇത് കഴിഞ്ഞോ? അവർ എന്റേതാണോ? ക്രാസ്നീസ് പറഞ്ഞു. കഴിഞ്ഞു. അവൾ ചാട്ടവാർ പിടിച്ചിരിക്കുന്നു. ഡെനറിസ് സാവധാനം തിരിഞ്ഞ് അൺസുലീഡിന്റെ അടുത്തേക്ക് നടന്നു. ഡ്രോഗോൺ അസ്വസ്ഥനായി ശബ്ദമുണ്ടാക്കി. ഡെനറിസ് വെലീരിയൻ ഭാഷയിൽ വിളിച്ചു. അൺസലീഡ് പടയാളികൾ ശ്രദ്ധയോടെ നിന്നു. ഡെനേരീസ് വെലിരിയൻ സംസാരിക്കുന്നത് കേട്ട് മിസ്സൻഡേ അത്ഭുതപ്പെട്ടു. ഡെനേരീസ് ആജ്ഞാപിച്ചു. മുന്നോട്ട് നടക്കൂ. അൺസല്ലീഡ് മുന്നോട്ട് നടന്നു. ഡെനേരീസ് പറഞ്ഞു. നിൽക്കൂ. അവർ നിന്നു.
ക്രാസ്നീസ് ഡ്രാഗണിനെ നിയന്ത്രിക്കാൻ പാടുപെട്ടു. ക്രാസ്നീസ് പറഞ്ഞു, ആ വേശ്യയോട് പറ അവളുടെ മൃഗം വഴങ്ങുന്നില്ലെന്ന്. ഡെനരീസ് പതിയെ തിരിഞ്ഞു. അവൾ പറഞ്ഞു, ഡ്രാഗൺ ഒരടിമയല്ല. ക്രാസ്നീസ് ഞെട്ടി. അവൻ ചോദിച്ചു, നിനക്ക് വെലീരിയൻ അറിയാമോ? ഡെനരീസ് പറഞ്ഞു, ഞാൻ ഡെനരീസ് ടോംബോൺ ഓഫ് ദ ഹൗസ് ടാർഗേരിയൻ, പഴയ വെലീരിയയുടെ രക്തം. വെലീരിയൻ എന്റെ മാതൃഭാഷയാണ്. ഡെനരീസ് അൺസലീഡിന് നേരെ തിരിഞ്ഞു. ഡെനരീസ് ആജ്ഞാപിച്ചു, അൺസലീഡ്, യജമാനന്മാരെ കൊല്ലുക, പടയാളികളെ കൊല്ലുക, ചാട്ടവാർ പിടിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും കൊല്ലുക, പക്ഷേ കുട്ടികളെ ഉപദ്രവിക്കരുത്. നിങ്ങൾ കാണുന്ന ഓരോ അടിമയുടെയും ചങ്ങലകൾ അറുത്തുമാറ്റുക. ക്രാസ്നീസ് ഭയന്ന് നിലവിളിച്ചു, ഞാനാണ് നിങ്ങളുടെ യജമാനൻ. ക്രാസ്നീസ് അലറി, അവളെ കൊല്ലൂ. ഡെനരീസ് ശാന്തമായി പറഞ്ഞു, ഡ്രക്കാരിസ്. ഡ്രോഗൺ വായ തുറന്ന് തീ തുപ്പി. ക്രാസ്നീസ് തീയിൽ വെന്തുരുകി നിലവിളിച്ചു. അൺസലീഡ് പടയാളികൾ ഗാർഡുകളെ ആക്രമിച്ചു. ഡ്രോഗൺ ആകാശത്തേക്ക് പറന്നുയർന്നു. മൈതാനം പുകയും മൃതദേഹങ്ങളും കൊണ്ട് നിറഞ്ഞു. ഡെനരീസ് ഒരു വെളുത്ത കുതിരപ്പുറത്ത് കയറി അൺസുലീഡിന്റെ ഇടയിലൂടെ നടന്നു. അൺസലീഡ്, നിങ്ങൾ ജീവിതകാലം മുഴുവൻ അടിമകളായിരുന്നു. ഇന്ന് നിങ്ങൾ സ്വതന്ത്രരാണ്. പോകാൻ ആഗ്രഹിക്കുന്ന ആർക്കും പോകാം. ആരും അവനെ ഉപദ്രവിക്കില്ല. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പോരാടുമോ? സ്വതന്ത്രരായ മനുഷ്യരായി. ഒരു അൺസലീഡ് പടയാളി തന്റെ കുന്തം മണലിൽ താളത്തിലടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് മറ്റുള്ളവരും അവനോടൊപ്പം ചേർന്നു. ആയിരക്കണക്കിന് കുന്തങ്ങൾ ഒരേ സമയം തറയിലിടിക്കുന്ന ശബ്ദം ഇടിമുഴക്കം പോലെ കേട്ടു. ഡെനേരീസ്, മിസാൻഡെയ്, ജോറ, ബാരിസ്ഥാൻ എന്നിവരോടൊപ്പം പ്രധാന ഗേറ്റിലൂടെ അവർ പുറത്തേക്ക് നടന്നു. 8000 അൺസുലീഡ് പടയാളികൾ അവളുടെ പിന്നാലെ മാർച്ച് ചെയ്തു. അവൾ ആ ചാട്ടവാർ വലിച്ചെറിഞ്ഞു. ആ ചാട്ടവാർ അടിമത്തത്തിന്റെയും ഉടമസ്ഥാവകാശത്തിന്റെയും പ്രതീകമാണ്. അത് വലിച്ചെറിയുന്നതിലൂടെ നിങ്ങളിനി അടിമകളല്ല, സ്വതന്ത്രരാണ് എന്ന് അവൾ പ്രഖ്യാപിക്കുകയാണ്. ഒരു ചാട്ടവാറിന്റെ ഭയം കൊണ്ടോ നിർബന്ധം കൊണ്ടോ തന്നെ അനുഗമിക്കുന്ന സൈന്യത്തെയല്ല അവൾക്ക് വേണ്ടത്. മറിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു നേതാവെന്ന നിലയിൽ അവളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന സ്വതന്ത്രരായ മനുഷ്യരെയാണ് അവൾക്കാവശ്യം. അസ്റ്റപ്പോറിലെ ക്രൂരമായ നിയമങ്ങളും മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ വിൽക്കുന്ന രീതിയും അവസാനിച്ചു എന്നതിന്റെ ശക്തമായൊരു വിളംബരം കൂടിയായിരുന്നു ആ പ്രവൃത്തി. 3 ഡ്രാഗണുകൾ അവളുടെ തലയ്ക്ക് മുകളിലൂടെ പറന്നു. ഇതുവരെ ഡെനേറിസിന് ഡ്രാഗണുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അവൾക്ക് ശക്തമായ ഒരു സൈന്യവുമുണ്ട്. ഡ്രാഗണുകൾ മുകളിൽ നിന്ന് അലറുന്നത് ലോകത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ്. ഹൗസ് ടാർഗേരിയൻ തിരിച്ചെത്തിയിരിക്കുന്നു. ഭൂമിയിൽ വിശ്വസ്തരായ സൈന്യവും ആകാശത്ത് സംരക്ഷകരായ ഡ്രാഗണുകളും. ഇതാണ് ഡെനേറിസിന്റെ പുതിയ ശക്തി. എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.